ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ ആ നിലക്കുള്ളൊരു സൂചന അതിലുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ ശാസ്ത്രമൊന്നും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വാനശാസ്ത്രം പഠിക്കാത്ത, ഗണിതശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 300ന്റെയും 309ന്റെയും ഇടയ്ക്കുള്ള ഈ ഡിഫറൻസ് എങ്ങനെ പറഞ്ഞു? അപ്പം അത് സ്വന്തം പറഞ്ഞതല്ല, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് ഖുർആനിന്റെ ദൈവീകതക്ക് ഈ ഒരു പരാമർശവും കൂടി തെളിവാണ് എന്ന് ഇതഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ അതിനോട് ചേർത്ത് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാന്റെ റസൂൽ എങ്ങനെ അത് പറയാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും സംസാരിക്കുകയില്ല, അവിടുത്തേക്ക് നൽകുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടുന്ന് പറയൂല. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത, മുഅ്ജിസത്ത്, ദൈവീകത ഇതും വിളിച്ചറിയിക്കുകയാണ് എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. അപ്പൊ ഏതായാലും ഗുഹയിൽ അവർ കഴിച്ചുകൂട്ടിയ കാലഘട്ടമാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനാണത് പറയാൻ കഴിയുക. എന്തുകൊണ്ട്? അള്ളാഹു ആലം, അള്ളാഹു ആലം, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമാ ലബിസു, അവർ താമസിച്ചതിനെ സംബന്ധിച്ച്. എന്തേ കാരണം? ലഹു, അവനാണുള്ളത് ഗൈബുസ് സമാവാതി വൽ അർളി. സമാവാത്ത് സമാഇന്റെ ബഹുവചനാണ്. സമാവാത്ത് സമാഇന്റെ ബഹുവചനാണ്. എത്ര ആകാശമുണ്ട് എന്നാ ഖുർആൻ പറയുന്നത്? സമാവാത്തു സബ്, 7 ആകാശം, 7 ആകാശം. ഇവിടെ വൽ അർളി എന്നേ പറഞ്ഞുള്ളൂ, ഭൂമിയും അത്ര തന്നെയുണ്ട്. 7 വാനമുള്ളത് പോലെ എന്തുമുണ്ട്? 7 ഭൂമിയുമുണ്ട്. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സമാവാത്തു സബ് വമിനൽ അർളി മിസ്ലഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും അത്ര തന്നെ, ഭൂമിയിൽ നിന്നും അത്ര തന്നെ. എത്ര തന്നെ? സബ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 7 ആകാശവും 7 ഭൂമിയും ഉണ്ട്. അതിലുള്ള എല്ലാം അദൃശ്യ കാര്യങ്ങളും ആർക്കാണ് അറിയുക? അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഈ ആശയം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബിന് മാത്രമേ ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ അറിയൂ. നമ്മൾ സൂറത്തുൻ നംലിൽ വളരെ വിശദമായി പഠിച്ചു. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറയൂ, ലാ യഅലമു, അറിയുകയേയില്ല, മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ളവർ ആരും തന്നെ, അൽ ഗൈബ, മറഞ്ഞ കാര്യം അറിയൂല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. സമാനമായ ധാരാളം ആയത്തുകൾ. ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹിനെ പറ്റി അവൻ പരിചയപ്പെടുത്തുകയാണ്. അവൻ ദൃശ്യോ അദൃശ്യമൊക്കെ ഒരുപോലെ അറിയുന്നവനാണ്. നമുക്കാണ് അദൃശ്യം എന്നുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൃശ്യം, അവനിക്കെല്ലാം അറിയാം. അതേപോലെ വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള്, സൂറത്തു ഹൂദിലെ 123-ാമത്തെ ആയത്ത്. ആകാശഭൂമികളിലുള്ള മറഞ്ഞ കാര്യങ്ങളും മുഴുവനും അള്ളാഹുവിനാണ് അറിയുക. വീണ്ടും നമുക്ക് കാണാം സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിൽ റബ്ബിന്റെ അറിവിന്റെ വിശാലത. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അവന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അവ അറിയുകയേയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും ഉള്ളത് മുഴുവനും ആരാണ് അറിയുക? അല്ലാഹുവാണ് അറിയുന്നവൻ. വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ, അവൻ അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി, ഭൂമിയുടെ അന്ധകാരങ്ങളിൽ എവിടെയെങ്കിലും ഒരു വിത്തുണ്ടോ? അത് വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതാവട്ടെ പച്ചയാവട്ടെ എന്തെന്ത് വസ്തുക്കളുണ്ടോ? ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ അവയൊക്കെയുണ്ട്. റബ്ബിനെല്ലാം അറിയാം. വീണ്ടും സൂറത്ത് യൂനുസിലെ 61-ാമത്തെ ആയത്തിൽ കാണാം. വമാ യഅ്സുബു അർ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയാണ്. എന്ത്? വമാ യഅ്സുബു അർ റബ്ബിക, നിന്റെ യജമാനനായ റബ്ബിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, അവൻ അറിയാതെ പോകുന്നില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലാകട്ടെ ആകാശങ്ങളിലാവട്ടെ ഒരു ദർറത്ത്, ഒരു അണുത്തൂക്കം പോലും അല്ലാഹു അറിയാത്തതില്ല. വലാ അസ്ഗറ മിൻ ദാലിക, ഇനി അതിനേക്കാൾ ചെറുത് പറയാവോ? അണുത്തൂക്കം എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറുതുണ്ടോ? അതുമില്ല.
വലാ അക്ബർ, അതിനേക്കാൾ വലുതുമില്ല. എല്ലാം അള്ളാഹുവിനറിയാം. ഇങ്ങനെ നിരവധി ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നൊരു കാര്യമാണ്. റബ്ബിനാണ് അതൊക്കെ അറിയാം. തൗഹീദിൻ്റെ ബാലപാഠമാണത്, തൗഹീദിൻ്റെ ആണിക്കല്ലാണത്. ഈ ആണിക്കല്ല് തകർന്നാൽ തൗഹീദ് പോയി. കാരണം ശിർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളും അള്ളാഹു അല്ലാത്തവർക്കും അദൃശ്യമറിയും എന്ന വിശ്വാസത്തിലാണ് അവരുടെ ശിർക്കിനെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇപ്പൊ ലോകത്ത് ഇന്നും ഏതെല്ലാം വിധത്തിലുള്ള ആളുകളെ ആരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാവരുടെയും വിശ്വാസം എന്താണ്? അവർക്ക് പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിന്ന് നമ്മൾ വിളിച്ചാലും വിളി കേൾക്കാനും കാണാനും അറിയാനും ഉത്തരം ചെയ്യാനും സഹായിക്കാനും കഴിവുണ്ട്. ഈ വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അതില്ലെങ്കിൽ ആരും ഈ പൊട്ടപ്പണിക്ക് പോകില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ അല്ലാന്ന് വിളിക്കുമ്പോഴുള്ള വിശ്വാസമാണ് അവർക്ക് മറ്റുള്ളവരെ വിളിക്കുമ്പോഴുള്ളത്. പിന്നെ ഒരൊറ്റ വ്യത്യാസം നമ്മുടെ മുസ്ലിയാക്കന്മാർ പറയുന്നൊരു വ്യത്യാസം എന്താണ്? അള്ളാന്ന് വിളിക്കുമ്പോൾ അള്ളാഹുടേതൊക്കെ സ്വന്തമാണ്, മടവൂരെ അല്ലെങ്കിൽ മൊയ്‌ദി ശൈഖ് എന്ന് വിളിക്കുമ്പോൾ അള്ളാഹ് കൊടുത്തതാണെന്ന് കരുതിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹ്ക്ക് അറിയണതൊക്കെ അവർക്കും അറിയാം. നിങ്ങൾ ആയത്ത് കേട്ടില്ലേ? ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. അതേ വാചകമാണ് കോഴിക്കോട്ടുകാരനായ CM മടവൂരിനെ കുറിച്ച് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇല പോലും മടവൂരറിയാതെ CM അറിയാതെ വീഴുന്നില്ല എന്നാണ്. ആലോചിച്ച് നോക്കി. പ്രപഞ്ചം മുഴുവനും അയാളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവനും. എത്രത്തോളം അറബിയിൽ വരെ അവർ വാക്ക് പ്രയോഗിച്ചു, മിനൽ അർശി ഇലൽ ഫർശി. അത് അറബി ഭാഷയിലൊരു പ്രയോഗമാണ്. മിനൽ അർശി ഇലൽ ഫർശി. അർശ് റഹ്മാനായ റബ്ബിന്റെ അർശ്, ആ അർശിന്റെ അധികാരം വരെ ഈ മടവൂരിനാണ്. അയാളാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അർശ് മുതൽ ഫർശ് വരെ എന്ന് പറഞ്ഞാൽ 7 ഭൂമിയുടെയും അടിത്തട്ട്, അടിക്കല്ല്, അടിത്തറ, അതാ ഫർശ്. ഏറ്റവും മുകളിലുള്ളത് മുതൽ ഏറ്റവും അടിയിലുള്ളത് വരെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മുഴുവൻ കൺട്രോളറാണ്. ആര്? കോഴിക്കോട്ടുകാരനായ മാനസിക രോഗിയായി ജീവിച്ചു മരിച്ചുപോയൊരു പാവം മനുഷ്യൻ. അറിഞ്ഞിരിക്കണം നമ്മൾ. അത് തകൃതിയായി ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തും പറയാമെന്നിടത്താണ് എത്തിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പോലും നമുക്കത് പറയാൻ പറ്റൂല. എന്നിട്ടല്ലേ ലോകം കണ്ട ഏറ്റവും ഉത്തമനായ മനുഷ്യനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് വരെ അത് പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ റസൂൽ തന്നെ പരിചയപ്പെടുത്തിയപ്പോ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? എനിക്കറിയില്ലാന്നാ പറഞ്ഞത്. ഞാനെങ്ങാനും അറിഞ്ഞ കാര്യം അറിയുന്ന ആളായിരുന്നുവെങ്കിൽ എന്നാ പറഞ്ഞത്. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ എനിക്കും അറിഞ്ഞ കാര്യം അറിയില്ല എന്നാണ് ലോകം കണ്ട ഏറ്റവും ഉന്നതനായ മനുഷ്യൻ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടാണ് 30 കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു മാനസിക രോഗി, നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കാര്യങ്ങളുമില്ല, ഹറാമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അയാൾ ചെയ്യും. സ്വർണ്ണ ചെയിന് ധരിക്കും, സ്വർണത്തിന്റെ മാല ധരിക്കും, പട്ടുവസ്ത്രം ധരിക്കും, റമളാനിൽ നോമ്പ് തോൽക്കൂല, ചായ കുടിക്കും, പരസ്യമായി കാണാൻ വരുന്ന ആളുകളെ കൊണ്ട് റമളാനിൽ പച്ചപ്പകൽ ചായ കുടിപ്പിക്കും, ജുമാക്ക് പോകൂല, ജമാഅത്തിന് പോകൂല, ഭാര്യയെ അകാരണമായി ത്വലാഖ് ചൊല്ലി, ഉമ്മ പലതവണ വന്ന് വിളിച്ചിട്ടും സലാം പറഞ്ഞിട്ടും സലാം അടക്കിയില്ല. എന്തൊക്കെ അള്ളാന്റെ റസൂല് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അയാൾ ചെയ്തു. സുഖല്യ, അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും, സുഖല്ലായിട്ടാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടേക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആ അസുഖത്തെ പോലും വലിയ രൂപത്തിലുള്ളവരെ കറാമത്തായി കൊണ്ടു നടന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് ഗൗരവമാണ് സഹോദരങ്ങളെ. ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളെ ബാധ്യത വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റണം. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്.